സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരദമ്പതികളാണ് ടി ഫാമിലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെമിയും ഷെഫിയും. ഇപ്പോഴത്തെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഷെമി. ഷെഫിയെ വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉറപ്പായും അങ്ങനെ ചിന്തിച്ചിരുന്നു. എന്നാൽ അതൊരിക്കലും പ്രായത്തെക്കുറിച്ചുള്ള കൺസേൺ കൊണ്ടല്ലെന്നും ഇരുവരും ഒരേ സ്വരത്തിൽ മറുപടി നൽകി. ഇനിയൊരു ജന്മം കൂടി ഉണ്ടായാൽ ഷെമിയെ തന്നെ ഭാര്യയായി വേണമോ എന്ന ചോദ്യത്തിന് ഒരിക്കൽ അങ്ങനെയായി എന്ന് കരുതി വീണ്ടും അങ്ങനെയാകണമെന്നാരും ചിന്തിക്കില്ലല്ലോ. പിന്നെ നല്ല ഗുണങ്ങളുള്ള ആളാണ് ഷെമി. അതുകൊണ്ട് നല്ല ഗുണങ്ങൾ ചേർന്ന് വന്ന ഷെമിയെ സ്വീകരിക്കാൻ താൻ ഒരുക്കമെന്നും ഷെഫി പറയുന്നു. ഇനിയൊരു കുഞ്ഞിനെ പടച്ചവൻ തന്നാൽ നമ്മൾ ഉറപ്പായും സ്വീകരിക്കും. പക്ഷേ ഈ അബോർഷൻ നമ്മൾ കുറച്ചു ഭയന്നു പോയെന്നും ഷെമി പറഞ്ഞു. മൂത്ത കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് അവർക്ക് നല്ല പ്രായമുണ്ടെന്നും അതുകൊണ്ട് തന്നെ കുട്ടികളെക്കുറിച്ച് പറയാൻ തയ്യാറല്ല. യൂട്യൂബ് വരുമാനമെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഷെഫിയാണെന്നും ഷെമി പറഞ്ഞു. 10 വയസ്സിന് മുകളിൽ ഷെഫിയേക്കാൾ ഷെമി മൂത്തതാണ്. എന്നാൽ തങ്ങളുടെ ബന്ധത്തിനും ജീവിതത്തിനും ഒരിക്കലും പ്രായം ഒരു വില്ലനായിട്ടില്ല എന്നാണ് ഇരുവരും പുതിയ വീഡിയോയിലും പറയുന്നത്. ഷെമിക്ക് ഐഷുവിനെ കൂടാതെ 2 പെൺമക്കൾ കൂടിയുണ്ട്. അവർ പക്ഷേ ഇവർക്കൊപ്പമില്ല. എങ്കിലും മക്കളോടുള്ള തൻ്റെ ഇഷ്ടം അടങ്ങുന്നതല്ലെന്നും ഷെമി പറഞ്ഞു. വയസ്സിന് മൂത്തയാളെ ആൺകുട്ടികൾ വിവാഹം കഴിക്കുന്നത് ലോകമെമ്പാടും തികച്ചും അസാധാരണത്വം തോന്നാത്ത ഒരു വിഷയമായി മാറിക്കഴിഞ്ഞിട്ട് കാലങ്ങളേറെയായെങ്കിലും നമ്മുടെ കൊച്ചു കേരളത്തിലെ ആളുകളുടെ ഇടുങ്ങിയ ചിന്താഗതിയിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെന്നും അതിൻ്റെ പേരിൽ തങ്ങൾ നിരവധി സൈബർ ആക്രമണങ്ങൾ അനുഭവിച്ചുവെന്ന് ഇരുവരും മുമ്പ് തുറന്നു പറഞ്ഞിരുന്നു. അമ്മയും മോനുമാണോ എന്നാണ് ഈ ദമ്പതികൾ ഏറ്റവും അധികം നേരിടുന്ന ചോദ്യങ്ങളിലൊന്ന്. ഈ കല്യാണത്തിനും എതിർപ്പ് 2 ഫാമിലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഉമ്മ മരിച്ചതിന് ശേഷമാണ് കല്യാണം നടന്നത്. എൻ്റെ സ്വത്ത് കണ്ടിട്ടാ എന്നെ ഷെഫി കല്യാണം കഴിച്ചതെന്ന് പറയുന്നവർക്കൊക്കെ ഞാൻ തന്നെ മറുപടി കൊടുക്കാനാണ് പതിവ്. കാരണം എൻ്റെ പേരിൽ ചെറിയൊരു വീട് മാത്രമേ ഉള്ളൂ. അതിപ്പോഴും എൻ്റെ പേരിൽ തന്നെയാണ്. അത് ഷെഫിക്ക് കൊടുത്തിട്ടൊന്നുമില്ല. ഒരുമിച്ച് കല്യാണത്തിനോ മറ്റോ ഒക്കെ പോകാൻ ടെൻഷനായിരുന്നു. പക്ഷേ ഷെഫി എല്ലായിടത്തും എന്നെ കൊണ്ടുപോകാറുണ്ട്. പുറത്തു പോകുമ്പോൾ ആരും അങ്ങനെ കണ്ടിട്ട് മോശം കമൻ്റൊന്നും പറയാറില്ല എന്നും ഷെമി പറഞ്ഞിരുന്നു. ഷെഫി പറയുന്നത് അവഗണിക്കപ്പെട്ട് വരുന്നവർക്കേ അത് മനസ്സിലാകൂ എന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടെ കൊണ്ടു നടക്കാൻ തന്നെയാണ് ഇഷ്ടമെന്നാണ്. ഒറ്റപ്പെടുമ്പോൾ കൂട്ടിപ്പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് എന്നോട് ഷെഫി പെരുമാറുന്നത്. ഉമ്മയും മോനുമാണോ, ഈ തള്ളയ്ക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുന്നവരോട് പറയാനൊന്നുമില്ല. ആദ്യമൊക്കെ എപ്പോഴും ഷെമി കരച്ചിലായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനുമായിരുന്നു. ഈ യൂട്യൂബിലേക്കൊന്നും വരുമെന്ന് വിചാരിച്ച ആളല്ല. സിസ്റ്ററും കൂടിയാണ് ചാനൽ തുടങ്ങുന്നത്. സിസ്റ്റർ കല്യാണം കഴിച്ചു പോയ പിന്നെയാണ് ഷെമി ഇതിലേക്ക് വരുന്നതെന്നും ഷെമി പറഞ്ഞു. മോശം കമൻറ്റുകൾ കണ്ട് ഞാൻ വിഷമിക്കുമ്പോൾ ഷെഫി പറയും അതൊക്കെ അവഗണിക്കുക എന്ന്. ഇപ്പോൾ ഒരു കമൻറ്റും നോക്കാൻ ഞാൻ പോവാറില്ല. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് കൂടുതലും റൊമാൻറ്റിക് വീഡിയോസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ റൊമാൻറ്റിക് വീഡിയോകളെല്ലാം ചെയ്യുന്നത്. സാധാരണ എല്ലാ ഫാമിലിയുമുള്ള പ്രശ്നങ്ങൾ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലുമുള്ളൂ. എൻ്റെ 2ാം വിവാഹമാണ്. ഞാൻ വേറൊരു ഭർത്താവിനെ ഉപേക്ഷിച്ച് ഷെഫിക്കൊപ്പം വന്നതല്ല. ഡിവോഴ്സ് കഴിഞ്ഞ് 14 വർഷം തൻ്റെ വീട്ടിൽ നിന്നതായിരുന്നു. അതിനുശേഷമാണ് ഷെഫി എന്നെ കല്യാണം കഴിച്ചത്. ഇരുവരുടെയും മകളുടെ പേര് ഐഷു എന്നാണ്. അടുത്തിടെ ഇരുവരുടെയും ഒരു കുഞ്ഞ് നഷ്ടമായിരുന്നു.